ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് അറ്റൻഡ് ചെയ്തു. അടിപൊളി സെഷനാണ്. അറ്റൻഡ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേർത്തുന്നുള്ളൊരു സെഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ സെഷൻ അറ്റൻഡ് ചെയ്താൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് അവിടെ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് നോക്കണം. അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ശരിക്കും സെഷനല്ല, ശരിക്കും സെഷനായിട്ടല്ല, നമ്മൾ കംപ്ലീറ്റ് എൻജോയ്മെൻ്റ് ആയിട്ടാണ്. നമ്മൾ വീഡിയോ എടുക്കും, ചുമ്മാ ഫസ്റ്റ് ടൈം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഉണ്ടാക്കാൻ പറയും. പിന്നെ നമ്മൾ റാൻഡം കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്യും. അവിടുന്ന് ഊക്ക് കിട്ടും, നമ്മൾ തിരിച്ച് ഊക്ക് കൊടുക്കുന്ന രീതി നല്ല രസമായിരിക്കും. ഞാൻ കൂടുതലും ടെക്സ്റ്റ് ത്രൂ ആണ് കൂടുതൽ ആ സെഷൻ ഇൻട്രാക്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം വീഡിയോ ഉണ്ടാക്കാൻ കുറവായിരുന്നു. എന്നിരുന്നാലും അടിപൊളി സെഷനായിരുന്നു. കംപ്ലീറ്റ് നമ്മൾ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്ത പോലെയല്ല. ഒന്ന് അറ്റൻഡ് ചെയ്താൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എല്ലാ സെഷനും സത്യത്തിൽ വലിയൊരു ഇതൊക്കെ. എന്താ നിങ്ങൾ പഠിക്കുന്നത്? എന്താണ് ഓരോരോ ടോപ്പിക് അണ്ടർസ്റ്റാൻഡ് സിസ്റ്റം ഡിസൈൻ ഉണ്ട്, നമ്മുടെ ഹൗ ടു ക്രിയേറ്റ് യുവർ ഓപ്പർച്യൂണിറ്റി. മീൻസ് നമ്മൾ സ്റ്റക്കായിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടാവും. ചില നമ്മളിപ്പം ബിടെക് ആണെങ്കിൽ തന്നെ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല എങ്ങോട്ടേക്ക് ചാടണം, എന്ത് ചെയ്യാം. അപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസും കൂടെ അവരുടെ ആ ഒരു ക്വസ്റ്റൻ നമുക്കൊരു ഫോം ഉണ്ടാവും, ലൈക്ക് ഒരു വർക്ക്ഷീറ്റ് ഉണ്ടാവും. അതിൽ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമ്മളെങ്ങനെ സർവൈവ് ചെയ്യുന്നു, ഓപ്പോസിറ്റിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു നമുക്ക് നന്നായിട്ട് അതിന് മനസ്സിലാവും. അപ്പോൾ അവരുടെ ഐഡിയയും കൂടി നമുക്ക് എടുത്തിട്ട് നമുക്ക് നല്ല നമ്മുടെ റിയൽ ലൈഫ് തന്നെ ബെനിഫിറ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ എവിടെ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ സ്റ്റെക്കായി നിൽക്കുന്നത് ബേസ്ഡാണ് കംപ്ലീറ്റ് ഇവരുടെ സെഷനും പോയിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റെക്ക് നമുക്ക് കുറച്ച് മുന്നോട്ടായിട്ട് പോകണമെങ്കിൽ ഈ സെഷൻ കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും. പിന്നെ നേരിട്ടും വിൻ്റർ ക്യാമ്പിൽ ഞങ്ങൾക്ക് നേരിട്ട് സെഷൻ ഉണ്ടായിരുന്നു ഈ ടൈമിൽ തന്നെ. എന്നാലും ഇതൊക്കെ മിസ് ചെയ്യാൻ പോയി. ഇതൊരു കഴിഞ്ഞ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തിരിച്ചൊരു മെന്റേഴ്സായിട്ട് വേണം. മെന്റേഴ്സായിട്ട് പക്ഷേ ഫൈനൽ ഇയർ ആയില്ലേ, ഫൈനൽ ഇയർ ആയിരുന്നു. അതിനുകൊണ്ടുള്ള കൺസ്ട്രെയിൻസും കാര്യങ്ങളും എൻ്റെ വെബ്സൈറ്റിൽ എൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട്. ഇമെയിൽ ഐ ഡി ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏജൻസി പേര് എക്സിക്യൂട്ടീവ് ഇമെയിൽ അയച്ചാൽ ഓപ്പർച്യൂണിറ്റി കിട്ടും. ട്രൈ ചെയ്യാം. അരുണയോട് എന്തായാലും യെസ്. മാച്ചിലിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ 5 മിനിറ്റിനുള്ളിൽ എഴുതി. അത് ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾക്ക് കഴിവില്ല എന്നല്ല, നമുക്കുണ്ട്, നമ്മൾ ഷോക്കേസ് ചെയ്യണില്ല, നമ്മളത് ഐഡന്റിഫൈ ചെയ്യണില്ല. അത് നമ്മളെ പുട്ട് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ യു ആർ ഏബിൾ ടു ഐഡന്റിഫൈ യുവർ ഓൺ സ്കിൽസ് ആൻഡ് റിയലൈസ് യുവർ ഓൺ പൊട്ടൻഷ്യൽ അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. വാട്ട് വുഡ് യു സേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റാണ്. അത്ര ഇഷ്ടപ്പെട്ട സെഷൻ എനിക്ക് വേറെ ഇല്ല. ലൈക്ക് നമ്മളെപ്പോഴും പല കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് നോക്കും, പക്ഷെ അതൊന്നും ചെയ്യാണ്ടിരിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചാൽ ആദ്യമേ ഇടുന്നതുകൊണ്ടാണ്. പക്ഷേ ഷിറ്റി ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സെഷൻ്റെ പേര് ലൈക്ക് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ആ ഒരു ഐഡിയോളജി, ലൈക്ക് നിങ്ങളുടെ എല്ലാ സെഷൻ്റെയും പേരും ആ ഐഡിയോളജിയും എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം പല കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ അന്ന് ചെയ്യാണ്ട് വെച്ചിരുന്ന കാര്യങ്ങൾ ആ സെഷൻ കഴിഞ്ഞിട്ട് ചെയ്ത് തുടങ്ങി. ആൻഡ് ചിലത് പക്ഷേ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ എന്നാലും കുറേ നന്നായി എനിക്ക് കുറേ കൂടെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കാം, ക്രിയേറ്റ് യുവർ ഓൺ ഓപ്പർച്യൂണിറ്റീസ് പോലെ പല കാര്യങ്ങളും അറ്റൻഡ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ഐഡിയ കിട്ടി. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ കേൾക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളൊരു ലൈക്ക് ദ അതർ പേഴ്സ്പെക്റ്റീവ് ഓഫ് പീപ്പിൾ എങ്ങനെ സംസാരിക്കുന്നുള്ളതും കൂടെ നമുക്ക്